ഹലോ ഗൈസ്, അപ്പോൾ അമ്പലത്തിൽ പോയിട്ടുള്ള കുറച്ച് വീഡിയോസാണ്. അവിടെ ഒന്നും സംസാരിക്കാൻ പറ്റത്തില്ല. അപ്പം കുറച്ച് വീഡിയോ പുറത്ത് നിന്ന് എടുത്തു. അപ്പം ഞാൻ എൻ്റെ കുറച്ച് ഷോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ അമ്പലം ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വീഡിയോ എടുത്തത്. അപ്പം അതിനകത്ത് വീഡിയോ എടുക്കാനൊന്നും സമ്മതിക്കത്തില്ല, അവർ വഴക്ക് പറയും. എന്നാലും ഞാൻ പുറത്ത് നിന്നുകൊണ്ട് മാക്സിമം ആരെയും കാണാതെ എടുത്തതാണ്. അപ്പോൾ അവിടുത്തെ സെക്രട്ടറിയാണ് ചോദിക്കുന്നത് വീഡിയോ എടുക്കുവാണോ എന്നൊക്കെ. അപ്പോൾ എന്തായാലും ഞാൻ എടുത്തത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. കുറച്ചൊക്കെ എടുക്കാൻ പറ്റുള്ളൂ, ഫുള്ളായിട്ട് എടുക്കാൻ പറ്റിയില്ല. ഞാൻ അമ്പലത്തിലെ ഓരോ ഫ്ലോട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏത് അമ്പലമാണോ എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. സംസാരിക്കാനൊന്നും പറ്റത്തില്ല. മാക്സിമം അവിടെ പാട്ട് ഇതൊക്കെ ഉണ്ട്. എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് നമ്മളെ സംസാരവും അതും കൂടെ പിടിക്കും പറ്റത്തില്ലല്ലോ. അതുകൊണ്ടിട്ട് വീഡിയോ കാണിച്ചു തരാം ഗൈസ്. അപ്പം നമുക്കൊന്ന് വീഡിയോ കണ്ടിട്ട് വരാം. വീഡിയോ എടുക്കാൻ പോയില്ലേ അങ്ങോട്ട്? ഇല്ല, ഞാൻ വീട്ടിലുണ്ട്. അവരുടെ പോയില്ലേ? വടക്കോട്ട് പോകുന്നു. അണ്ണൻ വരുമ്പോഴേ പോകും. പിന്നെ വല്ല വിശേഷം ഉണ്ടെങ്കിൽ അവിടെ വല്ല കല്യാണം വല്ല കൂടെ. ഇല്ല ഇല്ല. അപ്പം അമ്പലത്തിൽ വന്നപ്പോൾ ഒരു പണി കിട്ടി, പൂ ഇറുക്കാനായിട്ട്. അപ്പം അമ്മ എപ്പോഴും വന്നാലും ഈ അമ്പലത്തിൽ നിന്ന് പൂ തുളസിയിലേക്ക് ഇറുത്തിട്ട് കൊടുക്കും. അപ്പം എനിക്കും കിട്ടി പണി, ഞാനത് ചെയ്യട്ടെ. ഇടാ, ഇതിങ്ങനെ പിടിച്ചു. അടുക്കൊക്കെ കളയല്ലേ. എനിക്ക് വീഡിയോ എടുത്തത് നാളാണ് ഇരിക്കുന്നത്. ഇതെൻ്റെ മാമൻ്റെ മോൻ, അമ്പലത്തിലെ കഴക. കൈസ് ഇത് കണ്ട, പൂ വിരിഞ്ഞ് നിൽക്കണം, അതിനകത്തൊരു മൊട്ട്.
എനിക്കിത് കണ്ടപ്പോൾ നിങ്ങളുടെ കൂടെ കാണിക്കാൻ തോന്നി കേട്ടോ. പൂവ് വിരിഞ്ഞ് നിന്ന്, റോസാപ്പൂ വിരിഞ്ഞ് നിൽക്കണം, അതിനകത്തൊരു മൊട്ട്. എന്തേ ഒരു കുട്ടോടെ അടുത്തുണ്ടാക്കണം.